ബസിന്റെ സൈഡ് സീറ്റിലിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീയുടെ സാരിയിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. ഇളം ചുവപ്പ് നൈലോൺ സാരിയും കൂടെ കടുനീല ബ്ലൗസും. എന്തൊരു ഭംഗിയാണ്! മുടി നീളത്തിൽ മെടഞ്ഞിട്ട് നെറ്റിയിലെ പുരികങ്ങൾ കുറച്ച് മേലെ തൊട്ട ചുവന്ന വട്ടപ്പൊട്ടും നെടുനീളത്തിൽ അണിഞ്ഞ സിന്ദൂര തിലകവും. വാമി മൊബൈൽ സ്ക്രീനിൽ സ്വന്തം രൂപമൊന്ന് നോക്കി. കവിളൊട്ടി ചുളിവുകൾ വീണിരിക്കുന്നു. മുഖത്ത് അവിടെവിടെയായി നിറയെ പാടുകളാണ്. കൺതടങ്ങൾ ഗർത്തം പോലെയായി തുടങ്ങി. മുടിയിലധികവും വെള്ളനൂലുകളാണ്. അല്ലെങ്കിലും അണിഞ്ഞൊരുങ്ങിയ കാലം മറന്നിരിക്കുന്നു. ജോലി കഴിഞ്ഞ് ഓടി വരുന്ന വരവാണ്. ആകെ വിയർത്ത് നാറുന്നുണ്ട്. നീല കോട്ടൺ സാരി ആകമാനം വിയർപ്പിൽ കുതിർന്നിരുന്നു. ചുവന്ന ബ്ലൗസാണെങ്കിൽ പിന്നെ പറയും വേണ്ട. നനഞ്ഞൊട്ടി ദേഹം പറ്റി കിടക്കുന്നു. വീട്ടിൽ പോയൊന്ന് കുളിച്ച് റെഡിയായി പോകണമെന്നുണ്ട്. പക്ഷെ നേരം കുറേയായി. നിഗമോളുടെ നിർബന്ധത്തിന് മുന്നിൽ ഗത്യന്തരമില്ലാതെ വഴങ്ങിക്കൊടുത്താണ്. അല്ലെങ്കിൽ താൻ പോകാൻ ഇഷ്ടപ്പെടാത്ത ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി കയറി ചെല്ലില്ല. 7 വയസ്സുകാരിയുടെ പിടിവാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കുമ്പോൾ ഇന്നോളം നഷ്ടപ്പെട്ടതിനപ്പുറം തനിക്കൊന്നും ഇനി നഷ്ടപ്പെടാനില്ലെന്ന തിരിച്ചറിവായിരുന്നു. ഇൻകം ടാക്സ് ഓഫീസിൽ അസിസ്റ്റന്റ് ക്ലർക്കാണ് വാമി. 7 വയസ്സുകാരി നിക മകളും. വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് വീണ്ടും വിരുന്നുകാരിയായി പോവുകയാണ്. ഇന്ത്യൻ ബാങ്ക് മാനേജർ രവിയാണ് വാമിയുടെ മുൻ ഭർത്താവ്. രവി മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിഗമോൾ അച്ഛനോടൊപ്പം അവധി ദിവസങ്ങളിൽ താമസിക്കാൻ പോവാറുണ്ട്. ഇന്ന് രവിയുടെ വീട്ടിൽ ചെന്ന് അവളെ കൂട്ടിയിട്ട് വരണമെന്ന് നികയുടെ വാശിക്ക് മുമ്പിൽ മനസ്സിലാ മനസ്സോടെ നിന്ന് കൊടുക്കുകയായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി രവിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഏറെ പരിചിതമായ സ്ഥലം. മുൻപ് 8 വർഷം ഇവിടെ തന്നെ ആയിരുന്നില്ലേ? ആരൊക്കെയോ നോക്കുന്നുണ്ട്. എല്ലാവരോടും ഒരു അപരിചിതത്വന്റെ മുഖംമൂടി അണിഞ്ഞ് അവൾ വേഗം നടന്നു. ഗേറ്റിന് മുമ്പിൽ രവിയുടെ 2ാം ഭാര്യ ചെടി നനയ്ക്കുന്നുണ്ടായിരുന്നു. വാമി കണ്ടത് അവർ ഓടി വന്ന് ഗേറ്റ് തുറന്നു. നിറയെ പൂക്കളുള്ള മഞ്ഞ ചുരിദാർ അണിഞ്ഞു നിൽക്കുന്ന സുന്ദരിയായ സ്ത്രീ. വരൂ, നിഗമോള് രവിയേട്ടൻ പുറത്തു പോയിരിക്കുക. ഇപ്പൊ എത്തും, അകത്തേക്ക് വരൂ, ഞാൻ ചായ എടുക്കാം. വല്ലാത്തൊരു ശ്വാസമുട്ടൽ പോലെ തോന്നി വാമിക്ക്. അവൾ ആ സ്ത്രീക്കൊപ്പം അകത്തേക്ക് നടന്നു. രവിയുടെ ഭാര്യ. അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടാവണം, കെട്ടിപ്പിടിക്കുന്നുണ്ടാവണം, ചുംബിക്കുന്നുണ്ടാവണം, ശരീരം പങ്കുവെക്കുന്നുണ്ടാവണം. ആ വീട്ടിലെല്ലാം പഴയതുപോലെ തന്നെ. താനൊഴികെ ബാക്കിയൊന്നിനും ഒരു മാറ്റവും തോന്നുന്നില്ല. പക്ഷേ വല്ലാത്തൊരു ശൂന്യത, ഒരു ഭീതി തന്നെ വിഴുങ്ങുന്ന പോലെ തോന്നി വാമിക്ക്. അവൾ അവിടെ കിടന്ന ഒരു കസേര നീക്കിയിരുന്നു. മുൻപെപ്പോഴോ താൻ രവിക്ക് സമ്മാനമായി നൽകിയ ഷർട്ട് സോഫമേൽ കിടക്കുന്നു. അന്നത് രവിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് ചുറ്റുമും നോക്കി. ഇല്ല, ആരും കാണുന്നില്ല. അവൾ ആ ഷർട്ടിലൊന്നും തലോടി. പെട്ടെന്ന് കൈ പിൻവലിച്ചു. വല്ലാത്തൊരു അപകർഷതാബോധം. താൻ ഒത്തിരി മാറിയിരിക്കുന്നു. രവിയുടെ ഭാര്യ ചായയുമായി കയറി വന്നു. ഇരുന്നില്ലേ? ഇവിടെ തന്നെ നിന്ന് കളഞ്ഞോ? ദാ ചായ പിടിക്കേ. വാമിയൊന്ന് പുഞ്ചിരിച്ചു. നീണ്ട നേരം മൗനം. രവിയുടെ ഭാര്യ സോഫയിൽ വന്നിരുന്നു. രവിയുടെ ഷർട്ട് എടുത്ത് തന്നെ മടിയിൽ വെച്ച്. വാമിയുടെ ഹൃദയമിടിപ്പ് കൂടി. താൻ തൻ്റെ ഭർത്താവിന് സമ്മാനിച്ചത് അയാളുടെ ചൂടും വിയർപ്പും മറിഞ്ഞ ഷർട്ട് അന്യ സ്ത്രീയുടെ മടിയിൽ. അവരെ രവിയുടെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അവളുടെ മുഖം വിളറി. വാമി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, മോളെ കാണുന്നില്ലല്ലോ. ഒരുപാട് കിട്ടിയാൽ തിരിച്ചു പോകുന്ന ബുദ്ധിമുട്ടാകും. അത് സാരമില്ല, രവിയേട്ടൻ കൊണ്ടുവിടും. മറ്റൊന്ന് ഹൃദയത്തിൽ മുഴങ്ങിയില്ല. പക്ഷേ ആ പേര് രവിയേട്ടൻ. വല്ലാത്തൊരു ഭീകരത അവളെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞിരുന്നു. പുറത്ത് കാർ വന്നതിൻ്റെ ശബ്ദം കേട്ട് വാമി വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കവേ അവർ തടഞ്ഞു. അവരകത്തേക്ക് കയറി വരട്ടെ. നിഗമോളാണ് ആദ്യം കയറി വന്നു. അമ്മയുടെ ചെരുപ്പ് വെളിയിൽ കണ്ടപ്പോഴേ ഞാൻ അച്ഛനോട് പറഞ്ഞു അമ്മ വന്നിട്ടുണ്ടെന്ന്. നമുക്ക് പോവാം. ഇടറിയ ശബ്ദം തൊണ്ടക്കുള്ളിൽ തന്നെ തങ്ങി. രവി പടിയടന്ന് വന്നു. സോറി, താ വന്നിട്ട് കുറേ നേരമായോ? കുറച്ചു നേരമായി. മറുപടി പറഞ്ഞ് രവിയുടെ ഭാര്യയാണ്. വാമിയെന്ന് ചിരിച്ചു. ഞങ്ങൾ ഇറങ്ങട്ടെ, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഞാൻ കൊണ്ടുവിടാം, ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. 2 seconds. രവി ധൃതിയിൽ അകത്തേക്ക് പോയി. പിന്നാലെ അയാളുടെ ഭാര്യയും. കനത്ത നിശബ്ദതയിൽ വാമിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, എന്തിനാ കരയുന്നേ? നിഗമോള് കൂടെ വരുമല്ലേ? നമുക്ക് പോവാം. അപ്പ അച്ഛൻ? വേണ്ട, വാ പോവാം. നികയുടെ കൈകൾ പിടിച്ച് വാമി വേഗം പുറത്തിറങ്ങി. വളരെ വേഗത്തിൽ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. ചുറ്റും പരിചിത മുഖങ്ങൾ തന്നെ ഉറ്റുനോക്കി നടന്നകില്ലെന്ന് അവൾ അറിഞ്ഞില്ല. ബസിന്റെ സീറ്റിൽ തന്നെ മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിന്റെ നെറ്റിൽ തലോടി അവൾ എന്തൊക്കെയോ ചിന്തകളിൽ വേരാഴ്ത്തി. രവിയുടെ ഭാര്യയോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. അയാളുടെ വിയർപ്പിന് പോലും ചിലപ്പോൾ ഇന്ന് അവളുടെ മണമാവും. എല്ലാത്തിനോടും ഒരറപ്പ്. വീടിനോടും സ്ഥലത്തോടുമല്ല. ഇനി ഒരിക്കലും താൻ അവിടെ പോവില്ല. അത് തൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. വീടെത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു.
അടുക്കളപ്പണിയും കുളിയുമൊക്കെ കഴിഞ്ഞ് വന്ന് മുറിയിലിരിക്കുമ്പോൾ നിഗമോള് വന്ന് ചോദിച്ചു, അമ്മേ, അമ്മക്ക് കൃപാന്റിയെ ഇഷ്ടമല്ലേ? ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. എന്ന് ആര് പറഞ്ഞു? അച്ഛൻ. അച്ഛൻ എന്താ പറഞ്ഞേ? അമ്മക്ക് വിഷമാവും, അതുകൊണ്ട് കൃപാന്റിയെ പറ്റി ഒന്നും അമ്മയോട് പറയരുതെന്ന്. വാമിയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. അതെ, ചിലതൊക്കെ അങ്ങനെയാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വേദന അത് മറ്റൊരാളുടെ സ്വന്തമാവുമ്പോഴാണ്.